ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലേഡി ഹൈഡ്രി പാർക്കിലാണ്. ഇതാണ് പാർക്കിൻ്റെ എൻട്രിയും. ഇവിടെ ഫീസുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബാഗ്സ് ബാൻഡാണ്. ഇത് മൺഡേ പാർക്ക് ബന്ദാണ്. അഡൾട്ടിന് 20 രൂപയും സ്റ്റിൽ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ, വെഡിങ് ഷൂട്ട് 1000 രൂപ പെർ ഡേ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ വേറെന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്. എന്താ പറയുക, സിറ്റി സെൻറ്ററിൽ നമ്മുടെ എന്താ പറയുക ഈ പോലീസ് ബസാറിന് തൊട്ടടുത്താണ്. ഇവിടെ അത്യാവശ്യം ഷോപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിനൊന്നും എന്താ പറയുക പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഈ പാർക്കിൻ്റെ സ്പെഷ്യൽ, ഞാൻ അകത്തേക്ക് കയറുന്നില്ല കാരണം ഇത് നമ്മുടെ എന്താ പറയുക ഒരു ജാപ്പനീസ് തീമിലുള്ള പാർക്കാണ്. രാമേ നമ്മളെന്താണ് ഇവിടെ കേരളത്തിന് കാര്യം പറ്റി അവരെ പിള്ളേരെ കണ്ടുകൊണ്ടല്ലേ ഞങ്ങളകത്ത് കയറുന്നതിന് കാരണം ഞങ്ങളിവിടെ പാർക്കിൽ കയറി ഒരു 2-3 പേരെ കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വലിയ ഭാഗത്തായി ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രസമാണ്, അല്ലാതെ ജസ്റ്റ് ഒരു ജാപ്പനീസ് തീമിലുള്ള നോർമൽ പാർക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ടൈമിംഗ് കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യാമല്ലോ, ഇപ്പോൾ ഷില്ലോങ് ടൗണിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ആ ജാപ്പനീസ് തീമിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് രസമായിരിക്കാം. അത് ചിൽഡ്രൻ ഒരു 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് എൻട്രി ഫീസ് ഇല്ല. വേണ്ടേ അത് കിട്ടുന്നില്ല. അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വേണ്ടേ നിങ്ങൾ കാണുന്നില്ലയോ, സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു ഫൗണ്ടൈനും എന്താ പറയുക ആ ഒരു ജാപ്പനീസ് തീമാണ്. ജാപ്പനീസ് തീമിലുള്ള ചെറിയൊരു പാർക്കിന് അതുകൊണ്ട് അവിടെ 20 രൂപ തന്നെ എൻട്രി ഫീസ് മേടിക്കുന്നത്. ഓവറോൾ എന്തായാലും ഞങ്ങൾ കയറുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ലാൻഡ് മാർക്കിൽ ഞങ്ങൾ വന്നു, ഞങ്ങളത് കണ്ടു. പുറമേക്ക് കാരണം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ പറയുക അയാൾക്ക് ജോലി തുടങ്ങാറായി, ഓൾറെഡി ലേറ്റാണ്. അടുത്ത് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരിക, വന്നാൽ നിങ്ങൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് വരുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാം അല്ലേ രാമേ? കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അത്രയും ടൈറ്റാണ്, ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. കുറേ കാര്യങ്ങൾ ഇനി നാളത്തേക്ക് വേണ്ടി ചെയ്ത് തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ കയറാതെ പോവുകയാണ്. ജസ്റ്റ് ലാൻഡ് മാർക്ക് ലേഡി ഹൈഡ്രി പാർക്ക് ഷില്ലോങ് അല്ലേടാ. വലിയ ട്രാഫിക് ഉണ്ട് കേട്ടോ, നമ്മളെ സൂക്ഷിച്ചില്ല. ഇവിടുത്തെ റോഡുകൾ എന്നും സീൻ തന്നെയാണ്. ഐസ്ക്രീമൊക്കെ പോയി കുഞ്ഞിനൊരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ വന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. പിന്നെന്താ പറയാ, അപ്പോൾ ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ ഗൈസ്. അപ്പോൾ ലേഡി ഹൈഡ്രി പാർക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് അകത്ത് കയറാതെ വിഷ്ണു കാവ്യം. ബൈ.